നമസ്കാരം. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പൊ ഈ പുരസ്കാരം കിട്ടിയവരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ ഈ ജൂറി മെമ്പേഴ്സ് എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അർഹതപ്പെട്ടവർക്കൊന്നും തന്നെ കിട്ടിയില്ല. അവരെയൊക്കെ തന്നെ അവോയ്ഡ് ചെയ്തിട്ട് അർഹതയില്ലാത്ത കുറെ ആൾക്കാർക്ക് കൊടുത്തേക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം, അതിനെപ്പറ്റിയിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാം. പിന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഈ പുരസ്കാരമൊക്കെ കിട്ടുമ്പോഴേക്കും അതിനകത്ത് എന്ത് എതിർപ്പുണ്ടെങ്കിലും പലരും പോയി മിണ്ടാതെ പോയി വാങ്ങിക്കുക, തിരിച്ചു പോരുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സിനിമാ മേഖലയിലുള്ള ഒരു ആൾക്കാരും അതിനെതിരെ റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളായിട്ട് സംസാരിച്ചിട്ട് എന്താണ്, ആ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടും കാര്യമുള്ളൂ. പക്ഷേ ഉർവശി മേഡം സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ശക്തമായിട്ട് അതിനെതിരെ ചോദ്യം ചെയ്തേക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉർവശി എന്ന് പറയുന്ന നടിക്ക് സഹനടിക്കുള്ള അവാർഡാണ് കിട്ടിയത്. വിജയരാഘവന് സഹനടൻ. സത്യത്തിൽ ആ രണ്ട് സിനിമകളിലും ഇവര് മെയിൻ ആക്ടേഴ്സാണ്. ഉർവശി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന മൂവിയിലെ മെയിൻ നടിയാണ്. അപ്പൊ സഹനടിക്കുള്ള അവാർഡാണ് ഉർവശിക്ക് കൊടുക്കേണ്ടത്. എന്നാൽ മെയിൻ നടിക്കുള്ള അവാർഡ് കിട്ടിയ വ്യക്തി, പുള്ളിക്കാരിയുടെ പേരൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. പുള്ളിക്കാരിയുടെ അഭിനയം ഉർവശിയുടെ 7 അയലത്ത് വരത്തില്ല. ഇനി വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നടനുള്ള അവാർഡ് കൊടുക്കാമല്ലോ. കാരണം ഈ രണ്ട് സിനിമയിലും സഹനടനും സഹനടിയും അല്ല, അവർ മെയിൻ നടനും മെയിൻ നടിയുമാണ്. അപ്പൊ മെയിൻ നടനായിട്ടും മെയിൻ നടിയായിട്ടും അഭിനയിച്ച ആൾക്കാർക്ക് സഹനടനും സഹനടിക്കും ഉള്ള അവാർഡാണോ കൊടുക്കേണ്ടത്? ഇനി അതെല്ലാം പോട്ടെ, ബെസ്റ്റ് സിനിമയ്ക്ക് കിട്ടിയ അവാർഡിനോട് എനിക്കൊരു യോജിപ്പ് കുറവുമില്ല. അത് നല്ല സിനിമയായിരുന്നു. പക്ഷെ അതിനേക്കാട്ടും നല്ല സിനിമകളുണ്ട്. ഇപ്പൊ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റിയുള്ള സിനിമകളുണ്ട് മലയാളത്തിൽ. മറ്റുള്ള എല്ലാ ഭാഷകളെ അപേക്ഷിച്ചും ഏറ്റവും ക്വാളിറ്റിയുള്ള സിനിമകൾ ഇറക്കുന്നത് മലയാളികളാണ്. അതായത് എല്ലാ രീതിയിലും ക്വാളിറ്റിയുള്ള സിനിമകൾ ഇറക്കുന്നത് മലയാളികളാണ്. മറ്റു ഭാഷകളിലുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പാട്ടും കൂത്തും മാത്രമാണ്. അതിനകത്താണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സിനിമയാകുമ്പോൾ കഥ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? മലയാളികളാണ്. പക്ഷേ മലയാള സിനിമയ്ക്ക് വളരെ കുറവാണ് അവാർഡുകൾ കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇനി ബെസ്റ്റ് നടൻ, എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളത് ഒരു കാര്യം അതാണ്. ബെസ്റ്റ് നടൻ നമ്മുടെ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം നല്ലൊരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിന് കഴിവുള്ള, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള സിനിമകൾക്കൊന്നും തന്നെ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത സിനിമയ്ക്ക് അവാർഡ് കിട്ടി. അദ്ദേഹം ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അതേസമയം ഒരുപാട് എഫേർട്ട് ഇട്ട്, ഹാർഡ് വർക്ക് ഇട്ട്, ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച്, എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ക്യാരക്ടറിനെ നമ്മളുടെ മുമ്പിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു നടന് അവാർഡില്ല. പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും നമുക്ക് എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ക്യാരക്ടർ, ആ സിനിമയെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ആ സിനിമ എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിനകത്ത് അദ്ദേഹം ചെയ്ത ആ ക്യാരക്ടറായിട്ട് അദ്ദേഹം അങ്ങ് മാറുവാണ്. മരുഭൂമിയിൽ വർഷങ്ങളായിട്ട് അകപ്പെട്ടു പോയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ, ആ അവസ്ഥയെ ഇതിനേക്കാട്ടിൽ നന്നായിട്ട് വേറൊരു നടൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തെ തന്നെ സാക്രിഫൈസ് ചെയ്ത്, അദ്ദേഹത്തിന്റെ കരിയറിലെ കുറച്ച് വർഷങ്ങൾ സാക്രിഫൈസ് ചെയ്ത്, അത്രയും സാക്രിഫൈസുകൾ നടത്തി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സിനിമ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു അംഗീകാരവും ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ ഉർവശി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അതായത് മിണ്ടാതെ പോയി പിച്ച കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യണം. നമുക്ക് ഏതായാലും അതിന്റെ വാർത്തയൊന്ന് കാണാം. ഒരു സാധാരണ നടിയല്ല എന്ന് തെളിയിക്കുകയാണ്. വാസ്തവത്തിൽ ഉർവശി നിങ്ങൾ തന്നതല്ലേ, വന്നങ്ങ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് പോയി വാങ്ങിക്കൊണ്ട് പോരാൻ ഇത് പെൻഷൻ കാശ് ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നത് കേട്ടപ്പോൾ രോമാഞ്ചം തോന്നി. ഉർവശിയുമായി സംസാരിച്ച ജോബി ജോർജ് ചേരുന്നു നമുക്കൊപ്പം. ജോബി, ഉർവശി ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ജോബി, വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ധർമ്മ സങ്കടമാണ്. കുറെ അർഹരായ മനുഷ്യർക്ക് ഈ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി പുരസ്കാരം ലഭിക്കുന്നു. അങ്ങേയറ്റം അനർഹരായ കുറെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനിടയിലൂടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു ധർമ്മസങ്കടം പലപ്പോഴും ഉണ്ട്. ഉർവശി എന്തായാലും ചോദിക്കുന്നത് വളരെ ഗൗരവതരമായ ചോദ്യങ്ങളാണ്. ഉർവശി ആയതുകൊണ്ട് അത് നാട് ശ്രദ്ധിച്ചേ പറ്റൂ, ഉത്തരം പറഞ്ഞേ പറ്റൂ. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന 700-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ മുതിർന്ന ഒരു താരമാണ്. തനിക്ക് ഒരു പുരസ്കാരം ലഭിച്ചപ്പോൾ അത് കിട്ടി എന്ന് പറഞ്ഞ് ഉർവശി തന്നെ പറഞ്ഞാൽ അത് ഓച്ചാനിച്ച് നിന്ന് വാങ്ങിച്ചിട്ട് പോകാനല്ലാതെ എന്തുകൊണ്ടാണ് ഈ പുരസ്കാരം ഏതെല്ലാം നിലയിൽ ആർക്കെല്ലാം നൽകി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയണം, കൃത്യമായി അത് തുറന്നു പറയണം എന്ന് അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നത് അത് വളരെ പ്രധാനവുമാണ്. നമ്മൾ ഈ അഭിമുഖത്തിൽ തന്നെ തുടക്കത്തിൽ ഉർവശി കമൽഹാസൻ ഇതിനുശേഷം അവരെ വിളിച്ച് അഭിനന്ദിച്ച കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കള്ളിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന നടിയല്ല, സ്വഭാവ നടിയെന്നോ ഹാസ്യ നടിയെന്നോ അല്ല, നിങ്ങൾ ഒരു ആക്ടറാണ്. ആ നിലയിൽ ഉലകനായകൻ
കമൽഹാസൻ വരെ ആദരിക്കുന്ന ഒരു നടിയാണ്. എന്തുകൊണ്ടാണ് സഹനടി എന്ന പുരസ്കാരം തനിക്ക് നൽകിയത്? എന്തുകൊണ്ടാണ് വിജയരാഘവന് സഹനടൻ എന്ന പുരസ്കാരം നൽകിയത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഉർവശി ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ കൂടി ഒരു വക്താവായാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്നതുകൂടി വളരെ പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ്. തമിഴിൽ അടക്കമുള്ള ആളുകൾ തന്നെ വിളിച്ചു ചോദിക്കുന്നത്, ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾ എങ്ങനെ, അവർക്ക് എന്തായിരിക്കും സ്ഥിതി? ആ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. വളരെ നല്ലൊരു കാര്യമാണ് ഉർവശി ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്, ഫേവറേറ്റ് ആക്ടർ ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ജെൻഡർ സ്പെസിഫിക് അല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ഏറ്റവും നല്ല അഭിനേതാക്കളുടെ ലിസ്റ്റിൽ രണ്ടാമതും മൂന്നാമതും ഞാൻ സ്ഥാനം കൊടുത്തേക്കുന്ന ഒരു അഭിനേതാവാണ്. സത്യത്തിലുണ്ടല്ലോ, ഉർവശി എന്ന് പറയുന്ന നടിയോടുള്ള ബഹുമാനം കൂടുവാണ്. കാരണം ഇങ്ങനെ റിയാക്ട് ചെയ്യണം. നമ്മൾക്ക് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണം. ആരെങ്കിലും ഒരാൾ നക്കാപ്പിച്ച് തരുന്നത് പോലെ, പിച്ച് തരുന്നത് പോലെ ഒരു അവാർഡ് എടുത്ത് തരുമ്പോൾ അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. സിനിമയിലുള്ള ആൾക്കാർ തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജൂറിയിലൊക്കെ ഇരിക്കുന്നവർക്ക് തോന്നുന്നത് പോലെ അവരുടെ രാഷ്ട്രീയം, അവരുടെ മതപരമായ കാര്യങ്ങൾ ആ രീതിയിൽ അനുസരിച്ചിട്ട് അവാർഡുകൾ കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ കിട്ടത്തില്ല. ഉർവശി എന്ന് പറയുന്ന നടി ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഈ അവാർഡ് എനിക്ക് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലെന്ന്. കാരണം എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ അല്ല. പക്ഷേ നാഷണൽ അവാർഡ്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് അഭിനയിക്കുന്ന നല്ല അഭിനേതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ ആ അവാർഡ് എന്ന് പറയുമ്പോൾ അർഹതയുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെ കിട്ടണം. ഇതിനു മുമ്പ് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതയുള്ളവർക്കായിരുന്നു കിട്ടിയിരുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആർക്ക് കൊടുക്കണം. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി അർഹതപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോഴോ അർഹതപ്പെട്ട എത്ര പേരുടെ കയ്യിലാണ് നാഷണൽ അവാർഡ് കിട്ടിയേക്കുന്നത്? ഇല്ല, വളരെ കുറവാണ്. മലയാളികളെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. ആ അവഗണിക്കുമ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മിക്കപ്പോഴും മലയാളികളെ അവഗണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ മമ്മൂക്കി അഭിനയിച്ച ഒരു ക്യാരക്ടർ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, അത് എന്ത് നല്ല ക്യാരക്ടറായിരുന്നു. അതിനൊരു സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. മമ്മൂക്കിക്ക് കിട്ടിയില്ലല്ലോ. മമ്മൂക്കിക്ക് അർഹതപ്പെട്ട സമയത്ത് മമ്മൂക്കിക്ക് കിട്ടിയില്ല. അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തു. എന്ത് കാരണത്താൽ അവോയ്ഡ് ചെയ്തു? അതിന് പകരം കിട്ടിയിട്ടുള്ള നടന്മാരുടെ കാര്യം നോക്കുമ്പോൾ മമ്മൂക്കി അഭിനയിച്ച 1% പോലും അഭിനയിച്ചിട്ടില്ല. അങ്ങനെ എത്ര നല്ല അഭിനേതാക്കള് നമ്മുടെ നാട്ടിൽ, എത്ര നല്ല അഭിനേതാക്കള് അഭിനയിക്കുകയാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് അഭിനയിക്കുകയാണ്. എന്നിട്ട് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ എന്ത് മാനദണ്ഡമാണ് ഉദ്ദേശിക്കുന്നത്? ജവാൻ എന്ന് പറയുന്ന മൂവി അത്ര നല്ല മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനകത്ത് ഷാരൂഖ് ഖാൻ അത്ര നന്നായിട്ട് അഭിനയിച്ചതായിട്ടും തോന്നുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് ഈ ഒരു അഭിപ്രായമുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് പറയുന്നത് ഇതാണ്: ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന നടനെ അർഹതപ്പെട്ട സമയത്തൊന്നും കൊടുത്തില്ല, ഇപ്പൊ അർഹതയില്ലാത്തൊരു സമയത്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ക്യാരക്ടർ ചെയ്ത സമയത്തൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ബെസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർക്ക് പോലും കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനെതിരെ ഉർവശി ഡയറക്റ്റായിട്ട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു അവാർഡ് എന്തിനു വേണ്ടി, അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത്? അത് വ്യക്തമാക്കേണ്ട ഒരു കടപ്പാടുണ്ടല്ലോ, ഏത് മേഖലയിലായാലും. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ അങ്ങ് കൊടുക്കും, എല്ലാവരും വന്ന് വാങ്ങിച്ചോളുക എന്നുള്ള നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് പോയാൽ അറിയിക്കുന്ന പലരും ഉണ്ട്. ഇനി വരും, എനിക്ക് പുറകെ ഇനി ഒരുപാട് ആൾക്കാർ വരും, അല്ലേ? അപ്പം ഞാൻ എൻ്റെ കാര്യത്തിലൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് പുറകെയുള്ള ആൾക്കാർക്ക് എന്താണ് വിശ്വാസം? ഒരിക്കൽ റിമ കല്ലിങ്കൽ പറഞ്ഞു, ഉർവശിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി. എന്തുകൊണ്ട് കുട്ടേട്ടൻ്റെ പെർഫോമൻസിനും ഷാരൂഖ് ഖാൻ്റെ പെർഫോമൻസിനും തമ്മിലൊരു എന്താണ് നിങ്ങൾ കണക്കാക്കിയത്? എന്താണ്, എന്ത് മാനദണ്ഡത്തിൽ നിങ്ങളത് ഏറ്റക്കുറച്ചിൽ കണ്ടു? ഇതെങ്ങനെ സഹനടനായി, അതെങ്ങനെ മികച്ച നടനായി? ഇതൊക്കെ ചോദിച്ചാൽ തീയെന്ന് പറഞ്ഞാൽ വാവെള്ളം എന്ന് പറഞ്ഞാൽ കാലം മാറണം. മറ്റെല്ലാ കാര്യങ്ങളിലും ഇതുപോലെ. അപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ ടാക്സി കെട്ടിയാണ് അഭിനയിക്കുന്നത്, അല്ല ചുമ്മാ അഭിനയിച്ച് പോകുമല്ലോ. അപ്പോൾ അത് പറയണം. കുട്ടേട്ടനെ പോലെ ഒരു ഗ്രേറ്റ് ആക്ടർ, അദ്ദേഹത്തിന് ഒരു നാടകത്തിൻ്റെ അനുഭവം, മലയാളത്തിൽ എത്രയോ വർഷം കൊണ്ടുള്ള അനുഭവം. അദ്ദേഹം ആ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു മലയാളം പോലെ ഒരു എന്താ പറയുക, അത്ര വലിയ മറ്റ് ഭാഷകളിലേതുപോലെ ബഡ്ജറ്റൊക്കെ ആക്കി ഒരു 250 ദിവസം എടുക്കാൻ പറ്റുന്ന ഒരു പടമൊന്നുമല്ല. കാരണം ആ സിനിമയിൽ കുട്ടേട്ടൻ്റെ ജോഡിയായിട്ട് ഞാൻ അഭിനയിക്കാനില്ല. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് പിന്മാറിയ ആളാണ് ഞാൻ. രാവിലെ മേക്കപ്പ് ഇടാൻ 5 മണിക്കൂർ, രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ 4 മണിക്കൂർ. അതെല്ലാം നമ്മുടെ കൈ മുതൽ കാലുവരെല്ലാം നോക്കണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര കോടി തരാമെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് മാറിയ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ അദ്ദേഹം അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് അനുഭവിച്ചു. അപ്പം അതിനൊരു ജൂറിയുടെ പ്രത്യേക പരാമർശമായിട്ടെങ്കിലും ഒരു അവാർഡ് കൊടുത്തുകൂടെ? അതെങ്ങനെ സഹനടനായി? പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ പരാമർശിക്കപ്പെടാതെ പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയോട് നമ്മുടെ ഭാഷയിൽ ഒന്നുകൂടി കിട്ടിയില്ല.
തമിഴിലെ JBB എന്ന് പറഞ്ഞൊരു സിനിമ പോയിരുന്നു ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട്. ആ സിനിമ അവരാരും കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? സത്യത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ഒരു നടി എന്നുള്ള രീതിയിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഉർവശി ഇവിടെ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. പ്രതികരിച്ചതിന്റെ പേരിൽ ഉർവശിക്ക് ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അതൊന്നും പുള്ളിക്കാരി കൺസിഡർ ചെയ്യുന്നില്ല. പുള്ളിക്കാരി മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കണം. പലരും ഇനി ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരണം. ഉർവശിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും പലരും മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ ഈ ഒരു പോരാട്ടം ജയിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു റിയാക്ഷൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പോരാട്ടം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഉർവശിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനി പലരും വരണം. കാരണം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉർവശി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? ചുമ്മാതെ ഒരു അവാർഡ് എടുത്ത് നീട്ടുമ്പോഴേക്കും അത് പോയി ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ പോയി വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടത്. അർഹതയുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ കിട്ടണം. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരണം. അർഹതപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജൂറി മെമ്പേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കി ജഡ്ജ് ചെയ്ത് അർഹതപ്പെട്ടത് ആരാണോ അവർക്ക് അവാർഡുകൾ കൊടുക്കണം. അതാണ് പ്രേക്ഷകരുടെ ആവശ്യം. കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും കിട്ടണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. പക്ഷേ അർഹതപ്പെട്ട ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടണം അവാർഡുകൾ.